അരുവിക്കരയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള പമ്പിംഗ് തടസ്സപ്പെടുത്തുമെന്ന സമരസമിതിയുടെ മുന്നറിയിപ്പ്. നഗരത്തിലേക്കുള്ള ജലവിതരണത്തിന് പുതിയ പൈപ്പുകൾ ഇടാനായി 3 വർഷം മുൻപ് കുഴിച്ച റോഡുകൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. മഴക്കാലത്ത് തകർന്നടിഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര അരുവിക്കര നിവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. കുടിവെള്ള പദ്ധതിക്കായി അരുവിക്കരയിലെ പ്രധാന റോഡുകളെല്ലാം പൊളിച്ചിട്ടിട്ട് 3 വർഷത്തിലധികമായി. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡുകൾ പുനർനിർമ്മിച്ചു നൽകുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാലതാമസം വരുത്തുകയാണ്. റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ തുക ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിരുന്നു. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കമാണ് റോഡുകളുടെ പുനർനിർമ്മാണം വൈകിപ്പിക്കുന്നത്. തകർന്നടിഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്രാ ദുരിതം അരുവിക്കരക്കാർ പറഞ്ഞു മടുത്തു. ഓടിക്കുന്നതായിട്ടും പറയണം, പിന്നെ കണ്ണടക്കം പോകുന്നത് മാത്രം. വൈകിട്ടാകുമ്പോഴേ നമുക്ക് നടുവേദന, മുട്ടുവേദന, വണ്ടിയുടെ അടപ്പളവ്. ഒരാളിൽ അവിടെ വീഴുന്ന് മരിച്ച്, ഒരാണപ്പുറത്ത് സ്കൂട്ടറിൽ വണ്ടിക്ക് സൈഡ് കൊടുത്തത്. ഇന്ന് ഞാൻ വീഴുന്നു, പലരും ഇതിലെ വീഴുന്ന് കഷ്ടപ്പെട്ട് ഒരു ഗർഭിണി ഇന്നാൾ വന്ന് അവരില്ലാതെ ആയിപ്പോയി. സർവത്ര ആളുകൾ ഇങ്ങനെയാണ്. എന്താണ് ഈ റോഡിൻ്റെ കഷ്ടത? ഈ ലോകത്ത് ഇതേപോലത്തെ റോഡ് എൻ്റെ ജീവിതത്തിൽ കണ്ട് എനിക്ക് 10-60 വയസ്സായി. മാസങ്ങൾ നീണ്ട സമരത്തിനൊടുവിലാണ് KSRTC ഇതുവഴിയുള്ള സർവീസ് പുനരാരംഭിച്ചത്. സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷമായി അരുവിക്കര പ്രദേശത്തെ മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി ഭരണം എങ്ങനെയാണോ തകർന്ന് കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റോഡുകളുടെയും സ്ഥിതി. ഒക്ടോബർ 30-നകം റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും ഒടുവിൽ നൽകിയ ഉറപ്പ്. ഈ ഉറപ്പ് ലംഘിച്ചാൽ നഗരത്തിലേക്കുള്ള കുടിവെള്ള പമ്പിംഗ് തടസ്സപ്പെടുത്തുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.